ശവം തൂക്ക് എന്നാണ് പറയുക. ഏറ്റവും അധപ്പതിച്ച കള്ളൻ, യാതൊരു ധാർമ്മികതയും ഇല്ലാത്ത കള്ളൻ മാത്രമാണ് ഈ പണി ചെയ്യുക. മോഷ്ടാക്കളുടെ ധാർമ്മികത പോലും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു വിഭാഗമായി കോൺഗ്രസ് മാറി. കേരള രാഷ്ട്രീയത്തിലെ ശവം തൂക്കുകാരാണ് ഇന്ന് കോൺഗ്രസ്. അച്ചടി ഭാഷയിൽ അപരാധം പറയുന്നത് കേൾക്കാൻ നല്ല രസമുണ്ടല്ലോ. നമുക്ക് ശരിക്കും നോക്കിയാൽ ആരാണ് ശവന്തീനികളും ശവം തൂക്കികളും എന്ന്. സർക്കാരിന്റെ ടൗൺഷിപ്പിൽ നിർമ്മാണം അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്ന വീടുകളിൽ വിള്ള പ്രകൃതി ദുരന്തങ്ങളെ പോലും അതിജീവിക്കുന്ന തരത്തിലുള്ള നിർമ്മാണമാണ് ടൗൺഷിപ്പിലെ വീടുകൾ നിർമ്മാണം എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഒരു ദിവസത്തേക്ക് 300 രൂപ ദിനപത്തിയായി ഒരു കുടുംബത്തിലെ 2 ആളുകൾക്ക് 9,000 രൂപ വീതം 18,000 രൂപ ഓരോ മാസവും നൽകിക്കൊണ്ടിരുന്നതാണ്. ഈ മാസം നിങ്ങൾക്ക് കിട്ടിയില്ല. ഇലക്ഷന് മുന്നേ വരെ ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ആർക്കും കിട്ടിയില്ല. കൂപ്പൻ തന്നിട്ടില്ല, ഭക്ഷണക്കുപ്പ അതും തന്നിട്ടില്ല, ആർക്കും കൊടുത്തിട്ടില്ല. അതിനോടൊപ്പം മൈക്രോ പ്ലാനിൽ പെട്ട ഒരു പൈസ പോലും എനിക്ക് തന്നിട്ടില്ല. പെട്ടെന്ന് തീരും തോന്നത്തില്ല. പണിക്കാർ വരികയാണെങ്കിൽ തീരും, തൊഴിലാളികൾ പെടില്ല. വിഷുവിന് മുമ്പ് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നു തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ വാഗ്ദാനം വെറും ഒരു തിരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമായിരുന്നു എന്നാണ് കേരളം ഇപ്പോൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. സർക്കാർ ഒരുക്കുന്ന ടൗൺഷിപ്പിന്റെ പണി ഇനിയും പൂർത്തിയായിട്ടില്ല. കഴിഞ്ഞ മാർച്ച് 1 വലിയ ആഘോഷത്തോടെ മുഖ്യമന്ത്രി ടൗൺഷിപ്പിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം നിർവഹിച്ചു. എന്നാൽ ആവേശത്തോടെ റിബൺ മുറിച്ച ആ വീടുകൾക്ക് അന്ന് ബാത്റൂം സൗകര്യം പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത. ഈ രക്തസാക്ഷി ഫണ്ട് തട്ടിസാക്ഷി ഫണ്ടിൽ നിന്നുള്ള 5 ലക്ഷം രൂപ ഏരിയ സെക്രട്ടറിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയതിന്റെ ബാങ്ക് രേഖകളാണ് പുറത്തുവിട്ടത്. 63 ലക്ഷത്തിലധികം രൂപ ഈ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട്. 40 ലക്ഷം രൂപ ഈ അക്കൗണ്ടിൽ നിന്ന് മാറ്റുന്നത് പരിശോധിച്ചു കഴിഞ്ഞു. അങ്ങനെ തട്ടിപ്പ് നടന്നില്ല. പിന്നെ ഇത് രക്തസാക്ഷി ഫണ്ടിൽ യാതൊരു തരത്തിലുള്ള തട്ടിപ്പും ഉണ്ടായിട്ടില്ല, ആരും വക മാറ്റിയിട്ടില്ല, ധനം അപഹരിച്ചിട്ടില്ല എന്ന സിപിഎമ്മിന്റെ വാദങ്ങളെ മുഴുവൻ തള്ളുന്നതാണ് ഈ രേഖകൾ. മഹാരാജാസ് കോളേജിൽ കൊല്ലപ്പെട്ട എസ്എഫ്ഐ പ്രവർത്തകൻ അഭിമന്യുവിന്റെ പേരിൽ സിപിഎം അനുകൂല കൂട്ടായ്മ സ്വരൂപിച്ച തിരുവനന്തപുരത്തെ രക്തസാക്ഷി ഫണ്ട് 6.5 വർഷം മുൻപ് തുടങ്ങിയ പിരിവിന്റെ പണം അപ്രത്യക്ഷമായി. തിരുവനന്തപുരത്തും രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിവാദം. വഞ്ചൂരിൽ കൊല്ലപ്പെട്ട വിഷ്ണുവിന്റെ സഹോദരൻ വിനോദ് സിപിഎം വിടാൻ ഒരുങ്ങുകയാണ്. ഫണ്ട് തട്ടിപ്പിന് തരം താഴ്ത്തിയ നേതാവിന് വീണ്ടും പദവി നൽകിയെന്നും മന്ത്രി ശിവൻകുട്ടിയാണ് ഇതിന് പിന്നിലെന്നുമാണ് ആരോപണം. രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് മുൻ ലോക്കൽ സെക്രട്ടറി രവീന്ദ്രൻ 5 ലക്ഷം വക മാറ്റിയെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഡിവൈഎഫ്ഐയിലും ഫണ്ട് തട്ടിപ്പെന്ന പരാതി. അന്തരിച്ച പി ബിജുവിന്റെ പേരിൽ തിരുവനന്തപുരം പാളയം ബ്ലോക്ക് കമ്മിറ്റി ശേഖരിച്ച ഫണ്ടിൽ നിന്ന് 2.5 ലക്ഷം രൂപ തട്ടിച്ചതായാണ് പരാതി. ഡിവൈഎഫ്ഐ തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് ഷാഹിനെതിരെ അന്തരിച്ച ഡിവൈഎഫ്ഐ നേതാവ് പി ബിജുവിന്റെ സ്മരണാർത്ഥം നിർമ്മിക്കുന്ന റെഡ് കെയർ മന്ദിരത്തിന് വേണ്ടി സമാഹരിച്ച ഫണ്ട് തട്ടിച്ചെന്നാണ് പരാതി. കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണന്റെ വെളിപ്പെടുത്തൽ. ധനരാജ് രക്തസാക്ഷി ഫണ്ട് പയ്യന്നൂർ എംഎൽഎ ടി ഐ മധുസൂദനൻ വക മാറ്റി. ഇതിനെക്കുറിച്ച് പിണറായി വിജയൻ അറിയാം. വ്യാജ റെസിപ്റ്റ് അടിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. ഇനിയെങ്കിലും കോൺഗ്രസ് കേരളത്തിന്റെ മുൻപാകെ തുറന്നു പറയണം എത്ര പണം പിരിച്ചു. പാർട്ടി കണക്ക് നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ. തുറന്നു പറയണം എത്ര പണം പിരിച്ചു. ചെലവ് കണക്ക് ഏഷ്യാനെറ്റിന് മുമ്പിൽ എനിക്ക് പറയേണ്ട കാര്യം. എന്നാൽ ചില നീചന്മാർ അതും ചെയ്യും. മോഷ്ടാക്കൾക്കിടയിൽ വിശേഷിപ്പിക്കുന്ന ഒരു വാക്ക് ശവം തൂക്കെന്നാണ്. മത്സരിക്കുന്ന സ്വരാജിനേക്കാൾ മത്സരിക്കാത്ത സ്വരാജിനെയാണ് പേടിക്കേണ്ടത് എന്ന് കമ്മികൾ പറഞ്ഞത് ഇപ്പോഴാണ് മനസ്സിലായത്. നിലപാടിന്റെ രായാവുത. അപ്പൊ നിങ്ങളുടെ ശവം തൂക്കി ഫ്രണ്ടിന് ഇത് ഷെയർ ചെയ്യാൻ മറക്കണ്ട. മുക്കുക, നക്കുക.